നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. കോട്ടയം ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് മാസങ്ങൾ. അലാറം തകരാറിൽ. പണികൾക്കായി 20 ലക്ഷം അനുവദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. പാല പഴയ ബസ് സ്റ്റാൻഡിൽ വയോധികന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളി പ്രധാന തിരുനാളിനായി ഒരുങ്ങി. പൊന്നിൻ കുരിശ് സ്ഥാപിക്കലും വെച്ചൂട്ട് നേർച്ചയും അടുത്ത ദിവസങ്ങളിൽ. ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹം തേടി ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ. അലാറം തകരാറിലായതാണ് കാരണം. എന്നാൽ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ജൂൺ മാസത്തിൽ തന്നെ പണികൾ ആരംഭിക്കുമെന്നും ആശുപത്രി വികസന സമിതി അറിയിച്ചു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. അമ്മത്തൊട്ടിലെ അലാറത്തിന്റെ സെൻസർ തകരാറിലായതാണ് കാരണമായത്. അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ കിടത്തിയാൽ അലാറമില്ലാത്തതിനാൽ ഉടൻ ജീവനക്കാർ അറിയില്ലായിരുന്നു. 27 കുഞ്ഞുങ്ങളെ ഇതുവരെ തൊട്ടിലിൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ മെയിൻ്റെനൻസിനായി അനുവദിച്ചിട്ടുണ്ടെന്നും ജൂൺ മാസത്തിൽ തന്നെ മെയിൻ്റെനൻസ് നടക്കുമെന്നും ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. അതിന് സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് എൻ്റെ അലാം വർക്ക് ചെയ്യുന്നില്ലെന്നുള്ള ഒരു പ്രശ്നമാണുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ കാഷ്വാലിറ്റി അലാം വർക്ക് ചെയ്യണം. അലാമിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ നമുക്ക് ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരും ജീവനക്കാരും എല്ലാം കുഞ്ഞുങ്ങളെ വളരെ സെക്യൂരിറ്റി ആയിട്ട് നല്ല രീതിയിലെടുക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കുറേ നാളായിട്ട് അലാം വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കുന്നുണ്ട്. 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായി 20 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞാൽ ആ തുക ജില്ലാ പഞ്ചായത്ത് CWCയുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്രയും വേഗം, അതായത് ജൂൺ 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല പഴയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് തലയിലൂടെ കയറി മധ്യവയസ്കൻ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പാല പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്വകാര്യ ബസ് തലയിലൂടെ കയറിയിറങ്ങി മധ്യവയസ്കൻ മരിച്ചു. ഇന്നുച്ചയ്ക്ക് 2:30-യോടെയാണ് അപകടമുണ്ടായത്. പാല കൂത്താട്ടുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. സ്റ്റാൻഡിൽ ആളെ കയറ്റിയ ശേഷം മുന്നോട്ട് നീങ്ങിയ ബസ്സിൽ ചാടിക്കയറാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ നിന്നും പിടിവിട്ട് വീണ ഇദ്ദേഹത്തിന്റെ തലയിലൂടെ ബസ്സിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. ആൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം പാല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാല. ചരിത്ര പ്രസിദ്ധമായ പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളി വെച്ചൂട്ട് നേർച്ചയ്ക്കായി ഒരുങ്ങി. വെച്ചൂട്ട് നേർച്ചയ്ക്കായുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കലും അച്ചാറിനുള്ള മാങ്ങ അരിയലും നടന്നു. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഭക്ത്യാദരപൂർവ്വം നടന്നുവരുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് അനുഗ്രഹം തേടി ഗീവർഗീസ് സഹദായുടെ തിരുമുൻപിൽ എത്തുന്നത്. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. അടുത്ത ദിവസം നടക്കുന്ന വെച്ചൂട്ട് നേർച്ചയ്ക്കുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കലും അച്ചാറിനുള്ള മാങ്ങ അരിയലും പള്ളിയിൽ നടന്നു. ചമ്മന്തിപ്പൊടി വെള്ളിയാഴ്ച തന്നെ തയ്യാറാക്കി. പഴയ കാലത്തേതുപോലെ മരം കൊണ്ടുള്ള ഉരലിൽ ാണ് ചമ്മന്തിപ്പൊടി പാകപ്പെടുത്തിയത്. ശനിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം അച്ചാറിനുള്ള മാങ്ങാരിയൽ ആരംഭിച്ചു. മാങ്ങാരിയൽ വനിതകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. മാങ്ങാരിയൽ നേർച്ചയായി കണ്ട് പങ്കെടുക്കുന്നവരുമുണ്ട്. 5, 6, 7 തീയതികളിൽ നടക്കുന്ന പ്രധാന പെരുന്നാൾ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പരിശുദ്ധ ബെസേരിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന തിരുനാൾ ദിനങ്ങൾ മെയ് 5-ന് ആരംഭിക്കും. ഇനിയുള്ള 3 ദിവസങ്ങളിൽ ആയിരങ്ങൾ ദൈവാലയത്തിലേക്ക് ഒഴുകും. ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി വലിയ പെരുന്നാളിന്റെ പ്രധാന ദിനങ്ങളിലേക്ക് കടക്കുന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് ഒഴുകിയെത്തും. ചരിത്രപ്രസിദ്ധമായ വെടിക്കെട്ട് 6-നാണ്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് പള്ളിയുടെ ആകാശവിധാനത്ത് വർണ്ണവിസ്മയം തീർക്കുന്നത്. റവന്യൂ, ഫയർ ആൻഡ് സേഫ്റ്റി, പോലീസ് എന്നിവ വെടിക്കെട്ടിന്റെ മേൽനോട്ടവും നിയന്ത്രണവും ഏറ്റെടുക്കും. മെയ് 6-ന് രാത്രി 9 മുതൽ 10 വരെയാണ് വെടിക്കെട്ട്. ആകാശത്തുള്ള കരിമരുന്ന് കലാപ്രകടനം പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. ഇത് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്താറുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല കടനാട് തുമ്പിമലയിൽ പുലി ഇറങ്ങിയതായുള്ള പ്രചരണം തെറ്റെന്ന് വനം വകുപ്പ് അധികൃതർ. എന്നാൽ താൻ പുലിയെ കണ്ടതായി പ്രദേശവാസി ഉറപ്പിച്ചു പറയുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ സമീപവാസിയായ തടത്തിൽ രവിയാണ് പുലിയെ കണ്ടുവെന്ന് പറഞ്ഞത്. തുമ്പിമലയിലുള്ള മൊബൈൽ ടവറിന് സമീപത്തെ പാറയിൽ പുലി നിൽക്കുന്നത് കണ്ടുവെന്നാണ് രവി പറയുന്നത്. 2 അടിയോളം പൊക്കമുണ്ടെന്നും നീളമുള്ള വാലാണ് ഉള്ളതെന്നും രവി പറഞ്ഞു.
പുലിയെ വ്യക്തമായി കണ്ടുവെന്നാണ് രവി പറയുന്നത്. ഇന്നലെ ഒരു 4-4:30 ആയി കഴിഞ്ഞപ്പം ഞാൻ ഇതിലെ പറമ്പിൽ കൂടെ ചുമ്മാ വിശ്രമിക്കാനായിട്ട് നടന്നു പോന്നു കഴിയുമ്പം ഈ ഭാഗത്ത് വെച്ചൊരു അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം. അത് കഴിഞ്ഞ് വെച്ചാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പയ്യെ താഴോട്ട് ഇത് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങി. ഇവിടെ ഒരു ടവറുണ്ട്, ആ ടവറിൻ്റെ താഴെ ചെന്ന് കൃത്യമായിട്ടും ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഒരു 2 അടി പൊക്കം, നല്ല വാലിന് നീളമായിട്ട് ഒരു പുലിയെ 100% പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. രവി പറഞ്ഞതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. വനം വകുപ്പിന്റെ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുലിയുള്ള ഇടങ്ങളിൽ സാധാരണയായി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടാറുണ്ടെങ്കിലും തുമ്പിമലയിൽ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തുമ്പിമലയിൽ കണ്ടത് പുലിയല്ല എന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു. ഇത്തരം ലക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ തുടർ നടപടികൾ എടുക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി പറഞ്ഞു. തുമ്പിമല ഭാഗം പരിശോധന നടത്തുകയും പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പുലി ഇറങ്ങിയതിൻ്റെ യാതൊരു ലക്ഷണവും അവർക്ക് കാണാൻ സാധിച്ചില്ല. അവർ പറഞ്ഞ ഒരു കാര്യം, പുലി ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ പട്ടി അല്ലെങ്കിൽ കോഴി ഇവയൊക്കെ ആട് ഇവയൊക്കെ കാണാതെ വന്നേനെ അല്ലെങ്കിൽ അത് പുലി പിടിച്ചേനെ. അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഈ തുമ്പിമല ഭാഗത്ത് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് അവരറിയിച്ചത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ, എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ആശങ്കയാണിപ്പം. പുലി ഇറങ്ങി എന്ന് പല ഭാഗത്തുനിന്നും കേൾക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ്. അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പം നിലവിലില്ല. ഇനി എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഈ ആടിനെയോ പട്ടിയോ ഒക്കെ കാണാതെ വരുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ അറിയിച്ചാൽ അവർ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നറിയിച്ചിട്ടുണ്ട്. തുമ്പിമലയിൽ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ്. ഈ സ്ഥലങ്ങളിലെ കാട്ടുപള്ളകൾ വെട്ടിത്തെളിക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. നാഷണൽ ലെവൽ കുംഫു ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കൂരാലി അൾട്ടിമേറ്റ് മാർഷ്യൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിലെ 10 താരങ്ങൾ. ശ്യാം ബേസലിന്റെ കീഴിൽ ചിട്ടയായുള്ള പരിശീലനത്തിലൂടെയാണ് ഇവർ ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു ചൈനീസ് ആയോധന കലയാണ് കുങ്ഫു. മെയ് നീക്കങ്ങളും കൈകാൽ പ്രയോഗങ്ങളും ആയുധ പ്രയോഗങ്ങളും ചേർന്ന ഒരു അഭ്യാസ കല. കഴിഞ്ഞ 16 വർഷമായി പൊൻകുന്നം കൂരാലിയിൽ പ്രവർത്തിക്കുന്ന അൾട്ടിമേറ്റ് മാർഷ്യൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ എന്ന ദോജോ നിരവധി പേരെ കുങ്ഫു അഭ്യസിപ്പിച്ച സ്ഥാപനമാണ്. ശ്യാം ബേസലിന്റെ ശിക്ഷണത്തിൽ 6 വയസ്സ് മുതൽ 62 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇവിടെ അഭ്യസിക്കുന്നത്. 72 പേർ ഇവിടെ വിദ്യാർത്ഥികളായുണ്ട്. കിക്ക് ബോക്സിംഗ്, മ്യൂത്തായ്, കുങ്ഫു, യോഗ ഇവയിലെല്ലാം ശിക്ഷണം നൽകുന്നു. ഈ ക്ലാസ്സിൽ കിക്ക് ബോക്സിംഗ്, മൂത്തായി, പെനാക്സിലാട്ട്, കുംഫു, യോഗ, പിന്നെ ഈ മോർണിംഗ് യോഗ ബോഡി ഫിറ്റ്നസും പിന്നെ അതുപോലെ വെയിറ്റ് ലോസും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാറുണ്ട്. രാവിലെ മോർണിംഗ് 5 മണി തൊട്ട് 6:30 ക്ലാസ് ഉണ്ട്, ഡെയിലി ഉണ്ട്. പിന്നെ ഈവനിങ് കുംഫു ആണ്. കുംഫു, മൂത്തായി, കിക്ക് ബോക്സിംഗ്, ഫിനാസിലാട്ട്, അങ്ങനെ 5-6 ആട്ടാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. ഈ മാസം 25, 26, 27 തീയതികളിൽ അസമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന നാഷണൽ കുങ്ഫു ചാമ്പ്യൻഷിപ്പിലേക്ക് ഇവിടെ നിന്നും 10 കുട്ടികൾ യോഗ്യത നേടിയിട്ടുണ്ട്. കുന്നന്താനത്ത് നടന്ന സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ 10 സ്വർണവും 6 വെള്ളിയും 4 വെങ്കലവുമാണ് ഇവിടുത്തെ ചുണക്കുട്ടികൾ നേടിയെടുത്തത്. സ്വർണ്ണ മെഡൽ നേടിയ 10 പേരും നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കും. നിറഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നെ ഇത്ര നാൾ 4ാം ക്ലാസ് തൊട്ട് എന്നെ ഇത്രയും 18 വയസ്സ് വരെ പഠിപ്പിച്ച എൻ്റെ അപ്പനാണ്. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് നല്ല നന്ദി പറയുന്നു.
അതിനെന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാൾ ചെയ്തതിനും എൻ്റെ കാരണത്തിൽ എൻ്റെ ഇത്രയും ഞാൻ വളരാൻ കാരണവും എൻ്റെ ഇത്ര എല്ലാത്തിനും കാരണം എൻ്റെ വീട്ടുകാരാണ്. എല്ലാത്തിനും നന്ദി. ഇനി എനിക്ക് എൻ്റെ അടുത്ത് ഗോവ വെച്ചാണ് എൻ്റെ അടുത്ത നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അതിനുവേണ്ടി നന്നായിട്ട് ഫസ്റ്റ് അടിക്കാനും നന്നായിട്ട് എല്ലാം നല്ല പെർഫോമൻസ് എല്ലാം ഇരിക്കാൻ വേണ്ടി എല്ലാവരും പ്രേ ചെയ്യണം. കുങ്ഫു പഠിക്കാൻ തുടങ്ങിയത് തന്നെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ വർഷം 2024 ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്തു. 2 ഗോൾഡ് അടിക്കാൻ പറ്റി. അവിടുന്ന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും 2 ഗോൾഡ് അടിക്കാൻ പറ്റി. ഞാൻ 2 വർഷമായിട്ട് പഠിക്കുവാണ്. അപ്പോൾ 2 വർഷത്തിന് എനിക്ക് യെല്ലോ ബെൽറ്റ് മേടിക്കാൻ പറ്റി. എന്നിട്ട് ഈ വർഷം ജില്ല പോയായിരുന്നു. അന്നേരം വുബുക്കാൻ ഫോംസിൽ എനിക്ക് 1 ഗോൾഡ് മേടിക്കാൻ പറ്റി. എന്നിട്ട് അടുത്ത് ഞാൻ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി. ലിയാൻ ഹുവാൻ ഫോംസും വുബുക്കാൻ ഫോംസും വുബുക്കാൻ ഫോംസുമാണ് കാണിച്ചത്. അവിടെ എനിക്ക് 2 ഗോൾഡ് മേടിക്കാൻ പറ്റി. ഇനി ഞാൻ നാഷണലിലോട്ടാണ് പോകുന്നത്. അവിടെയും ഗോൾഡ് മേടിച്ച് ഇൻ്റർനാഷണലിൽ പോകാൻ ആഗ്രഹമുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് ക്ലാസുകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാട്ടർ അതോറിറ്റി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി സർക്കാർ കരാറുകാർ. കരാറുകാർക്ക് പണം നൽകുന്നതിൽ ഗുരുതര വീഴ്ചയാണ് നടത്തുന്നതെന്ന് കരാറുകാർ പറയുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 29-ന് സെക്രട്ടേറിയറ്റിലേക്കും AGS ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തും. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും കരാറുകാർക്ക് പണം കൊടുക്കുന്നതിലും വാട്ടർ അതോറിറ്റി ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അറ്റകുറ്റപ്പണികളും ജൽജീവൻ പദ്ധതികളും ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി സ്തംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കാലാവധി 3 വർഷമെങ്കിലും നീട്ടണമെന്ന് കരാറുകാർ ആവശ്യപ്പെട്ടു. 44,714 കോടിയുടെ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 4,635 കോടിയും സംസ്ഥാന സർക്കാർ 4,376 കോടിയുമാണ് ഇതുവരെ ചെലവഴിച്ചത്. ഇനിയും 3,710 കോടി രൂപയെങ്കിലും ചെലവഴിച്ചാൽ മാത്രമേ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയൂ. അപ്പോൾ കേന്ദ്രം പണം മുടക്കുന്നതിൻ്റെ പൈസയെ സംബന്ധിച്ചുള്ള യാതൊരു പ്രശ്നമില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പണം വരുന്നില്ല. അതുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ വീതം കുറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ 1 വർഷത്തെ കൂടി ഈ പദ്ധതിയുടെ കാലാവധി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. കാലാവധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. കേന്ദ്രം ഒരു നോട് ഒരു അനുകൂല നിലപാട് കാണിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ഔദ്യോഗികമായ ഒരു ഉത്തരവ് തന്നിട്ട് ഇതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ 1 വർഷം ചിലപ്പം നീട്ടി കിട്ടുമായിരിക്കും. എങ്കിൽ പോലും 35,000 കോടി രൂപയുടെ പണിയാണ് നമുക്കിനി ചെയ്യാൻ കിടക്കുന്നത്. പദ്ധതിക്കായി സംസ്ഥാന വിഹിതമായി 17,500 കോടി രൂപ കണ്ടെത്തണം. അതേസമയം സംസ്ഥാന ബഡ്ജറ്റിൽ കേവലം 550 കോടി രൂപ മാത്രമാണ് പദ്ധതിക്കായി വകയിരുത്തപ്പെട്ടിട്ടുള്ളത്. ബാക്കി തുക വായ്പ എടുക്കാൻ കേന്ദ്രം അനുവദിക്കണമെന്നും വർഗീസ് കണ്ണമ്പള്ളി ആവശ്യപ്പെട്ടു. പദ്ധതി നടത്തിപ്പിലെ അരക്ഷിതാവസ്ഥ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുകൾ ഇടപെടണമെന്നും ആവശ്യമുയർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. നിരവധി കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പാല ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. നിരവധി കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം അവസാനം ക്യാമ്പ് സമാപിക്കും. കോച്ചിംഗ് ക്യാമ്പ് ഗ്രിഡ് 35 സോക്കർ ടർഫിലാണ് നടക്കുന്നത്. നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ക്യാമ്പ് സന്ദർശിച്ചു. CB ജോസഫ്, തോമസ് മങ്കര, കോച്ചുമാരായ ജോണി മോൺസി, അർജുൻ സോമൻ, ഫുട്ബോൾ താരങ്ങൾ തുടങ്ങിയവരും ക്യാമ്പിലെത്തി. കഴിഞ്ഞ 32 വർഷക്കാലമായി പാലായുടെ ഫുട്ബോൾ ടൂർണമെന്റുകളുടെയും കോച്ചിംഗ് ക്യാമ്പുകളുടെ മുഖ്യ സംഘാടകരാണ് പാല ഫുട്ബോൾ ക്ലബ്ബ്. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. പാമ്പാടി അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ടാലി എസൻഷ്യൽ കോംപ്രഹെൻസീവ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 8921636122. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ 250 ഒഴിവുകളിലേക്ക് 8-ന് രാവിലെ 10 മുതൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ ഇന്റർവ്യൂ നടത്തും. സ്റ്റാഫ് നഴ്സിൽ 100 ഒഴിവുകളും നഴ്സ് അസോസിയേറ്റിന്റെ 100 ഒഴിവുകളും PMAS അറ്റൻഡ് 50 ഒഴിവുകളും എന്നിങ്ങനെയാണ് ഉള്ളത്. ഫോൺ 048125634551. ടൂറിസം വകുപ്പിന് കീഴിലുള്ള കുമാരനെല്ലൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 ദിവസത്തെ കുക്കറി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. ഫീസ് 5,000 രൂപ. വിവരങ്ങൾക്ക് ഫോൺ 9495716465. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് മാസങ്ങൾ. അലാറം തകരാറിൽ പണികൾക്കായി 20 ലക്ഷം അനുവദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ.
പാല പഴയ ബസ് സ്റ്റാൻഡിൽ വയോധികന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളി പ്രധാന തിരുനാളിനായി ഒരുങ്ങി. പൊന്നിൻ കുരിശ് സ്ഥാപിക്കലും വെച്ചൂട്ട് നേർച്ചയും അടുത്ത ദിവസങ്ങളിൽ. ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹം തേടി ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.